ടൈലറിംഗ് ക്ലാസ് നമ്പർ 54ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ടൈലറിംഗ് ക്ലാസ് നമ്പർ 52-ൽ ഫസ്റ്റ് കട്ടിങ്ങും സെക്കൻഡ് പാർട്ട് 53-ലും ഇത് ലാസ്റ്റ് പാർട്ട് 54-ൽ ഇട്ടിട്ടുണ്ട്. കട്ടിങ് പാർട്ടാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറൊരു കാര്യം എനിക്കിതിൽ പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തെ തയ്യൽ തുമ്പ് പറഞ്ഞത് ഒന്ന് മാർക്ക് ചെയ്തപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ. അപ്പം നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഇപ്പം ഞാൻ വയ്ക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഉള്ളതാണ്. അപ്പം തയ്യൽ തുമ്പുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിന് പകരം 1.5, 2 എടുക്കുക. 2-ൽ കൂടുതൽ എടുക്കരുത്, അവിടെ ഒരു അസ്വസ്ഥത നമുക്ക് ഉള്ളിൽ. ഇപ്പോൾ എൻ്റെ ഇത് എന്ന് പറയുമ്പോൾ ഓൾറെഡി കുറച്ചൊരു ലൂസൊക്കെ ഉള്ളൊരു ബ്ലൗസാണത്. അതുമാത്രമല്ല, ഞാൻ ഇവിടെ പറഞ്ഞതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് വീഡിയോ പിന്നീട് കണ്ട ശേഷം എനിക്ക് മനസ്സിലായത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾക്ക് എത്ര തയ്യൽ തുമ്പ് വേണോ, 1.5, 2 എടുക്കുക. ഞാനിപ്പോൾ 1 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ ഇതിൽ ആ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. അതായത് നമ്മളുടെ അതിന് പീസ് വയ്ക്കാമെന്ന് പറയും, പല ഇതിൽ പല ഇത് പറയും. അപ്പോൾ അതിന് ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് കണ്ടോളൂ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു 1/2 ഇഞ്ച് ടേപ്പ് ഇങ്ങനെ പുറത്ത് വെക്കണം, കണ്ടോ. എന്നിട്ട് 8.5 ശരിക്കും വരുന്നത് 8.5 തയ്യൽ തുമ്പ് വരെയുള്ളത്. തയ്യൽ തുമ്പ് ഇല്ലാണ്ട്, അതായത് കറക്റ്റ് തയ്യൽ വരുന്നത് 8.5-ലാണ്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കണ്ട. കാരണം ഇടുപ്പിൻ്റെ അവിടെ നമുക്ക് വരേണ്ട മറ്റെവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ടക്കുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഇടുപ്പിൻ്റെ കറക്റ്റ് ഭാഗം വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമുക്ക് 8.5-യുടെ കൂടെ 1.5 ചേർക്കുമ്പോൾ 10 ഇഞ്ച് നീളം. ഇനി ഇവിടെയുള്ള ലെങ്ത്ത്, ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് നോക്കാനായിട്ട് നോക്കിക്കുക, ഇങ്ങനെ വെക്കണം ടേപ്പ്, കണ്ടോ. ആ ഒരു ഇത് നോക്കുമ്പോൾ 4 വരുന്നത്, കണ്ടോ. നമ്മളുടെ ആ മേളത്തെ തയ്യൽ തുമ്പ് കൂടി വെച്ച് നോക്കുമ്പോൾ 4 വരുന്നുണ്ട്. പ്ലസ് നമുക്ക് അടി മടക്കി അടിക്കാനും കൂടി ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് 4.5 ഇഞ്ച് ഇതാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു പീസിന് ലെങ്ത്ത് 4.5-യും വിഡ്ത്ത് 10 ഇഞ്ചും. എങ്ങനെയൊന്നും മനസ്സിലല്ലോ, 10 ഇഞ്ച് 8.5-ആണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ 10 ഇഞ്ച്. അപ്പം നമുക്ക് ശരിക്കും ഇതിൽ 10 ഇഞ്ച് വിഡ്ത്തും 4.5 ഇഞ്ച് നീളവുമുള്ള 4 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, 4 പീസ് തുണിയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 4 ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് വെക്കുന്നുണ്ട്, കണ്ടോളൂ. ഇങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 പീസ് നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കട്ടെ. ഒരു പീസല്ല, 4 പീസാണ് നമുക്കിതിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമുക്കിത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് 4.5 ഇഞ്ച് വിഡ്ത്തും, അതായത് തുണി മടക്കിയിട്ട് 4.5 ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് 4.5, വിഡ്ത്ത് 10 ഇഞ്ച്. ഓക്കെ, അപ്പം അതേ കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതെ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് മടക്കിയപ്പോൾ ഓൾറെഡി 2 പീസ് വന്നു. അപ്പം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് വേറെ 2 പീസും കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം ഈ മടക്കെല്ലാം നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് 4 പീസാക്കി എടുക്കണം. ഓക്കെ, ഇത് എളുപ്പത്തിനാണ് ഞാനിങ്ങനെ മടക്കി വെച്ചെടുത്തത്. പക്ഷെ അത് നമുക്ക് ഇൻഡിവിജ്വൽ പീസായിട്ട് നമുക്കിത് വേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനിത് ഇതുപോലെ ഇങ്ങനെ മടക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കാണാം. വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ പഠിപ്പിക്കുന്ന ടൈലറിംഗ് ക്ലാസ്സുകൾ തുടക്കക്കാർക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നന്നായി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് എനിക്ക് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ തയ്ക്കുന്ന ഷോപ്പുകാരുടെ ജോലി കളയുകയാണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തയ്ക്കാൻ പുറത്ത് തയ്ച്ചു കൊടുക്കാം, നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കാൻ നടക്കുന്നുണ്ട്, ഒരുപാട് കമൻസുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ, ഇതിന് എനിക്കൊരു മറുപടി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അറിയാവുന്ന വല്ല പണിക്കും പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസുകൾ ഷോപ്പുകാർ, ഈ തയ്യൽ ഷോപ്പുകാരും തയ്ച്ചു കൊടുക്കുന്നവരിൽ നിന്നും എനിക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഒരു നീളവും ഞാനൊന്ന് നോക്കണതാണ്. അപ്പോൾ ഇവിടെ 4.5 ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 4.5 തന്നെയാണ് വരിക. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ആ ഒരു ഭാഗത്തെ ലെങ്ത്ത് 4.5, അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ 4.5 തന്നെ നമുക്കുണ്ട്. അതിനൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നടുക്ക് വശത്തതേ ഇങ്ങനെ ടേപ്പ് അറേഞ്ച് ഇപ്പുറത്തെ തുണിയിൽ നിന്നും കുറച്ച് ഔട്ടാക്കി വെച്ച ശേഷം 5 ഇഞ്ച് നോക്കുക. 5 ഇഞ്ചിൻ്റെ അവിടെ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് നോക്കുക. അപ്പോൾ 2.5 വരുന്നത്. അപ്പോൾ ഞാൻ 2.25 എടുക്കണ്ട് കേട്ടോ. അതെ, 5 ഇഞ്ചിൻ്റെ അവിടെ അടിയിൽ നിന്നും നോക്കണം, 2.25 എടുക്കുക. ഓക്കെ, 2.25 ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോഴാ ഒരു കർവ് നിങ്ങൾക്ക് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് അതിൻ്റെ ആ ഒരു പീസ് വെച്ചതിൻ്റെ ലെങ്ത്ത് ഇൻക്ലൂഡിങ് മേളത്തെ തയ്യൽ തുമ്പും അടിയത്തെ തയ്യൽ തുമ്പും കൂടി വെച്ചിട്ട് വേണം നോക്കാനായിട്ട്. എത്ര വരുന്നുണ്ടോ അതിൻ്റെ കൂടെ അടിയത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, ഞാൻ മേളത്തെ തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ 2.5 തന്നെയാണ് രണ്ട് സൈഡും വന്നിരിക്കുന്നത്. എന്നിട്ട് യോജിപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മടങ്ങിയിരിക്കുന്ന പീസുകളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മടക്കും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കണ്ട ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ട് ഇത് മടങ്ങിയിട്ട് ഇരിക്കണതാണ്. അതായത് ഒരു പീസ് തന്നെ മടക്കിയിട്ടാണ് 2 പീസായി നിൽക്കുന്നത്. അപ്പോൾ അത് നോക്കിയത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലുള്ളവർക്ക് സ്പീഡാണെങ്കിൽ സ്ലോ ആയിട്ട് കാണാം. ഫേസ്ബുക്കിലുള്ളവർക്ക് നോക്കുക വീഡിയോ വളരെ 2-3 റിപ്പീറ്റ് ചെയ്ത് കൺഫ്യൂഷനുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഞാനത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്കും ഐയും വെക്കാനുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഹുക്ക് വെക്കാനായിട്ട് 1.5 ഇഞ്ച് വീതി മതി. പക്ഷേ ഐ വെക്കാനായിട്ട് നമുക്ക് 2.5 ഇഞ്ച് വീതിയുള്ള തുണിയാണ് വേണ്ടത്. നീളം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മളുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പീസ്. അതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു ബെൽറ്റിൻ്റെ പീസ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. തയ്യൽ തുമ്പിൻ്റെ കുറച്ച് കയറ്റി അങ്ങ് വെച്ചോ. എന്നിട്ട് എത്ര നീളം വരുന്നോ അതിൽ നിന്നും 1 1.5 കൂട്ടി നമുക്ക് എടുക്കാം കേട്ടോ. അതെ കഴുത്തിൻ്റെ അവിടെ അങ്ങനെ കറക്റ്റാക്കി വെച്ച ശേഷം എത്ര നീളം വരുന്നോ അതിൽ നിന്നും 1 1.5 കൂടി എടുക്കുക. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 8 വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 9 ഇഞ്ച് നീളം. ഓക്കെ, 9 ഇഞ്ച് നീളത്തിലുള്ള 2 തുണികൾ. പക്ഷേ ഒരെണ്ണത്തിൻ്റെ വീതി വന്നിട്ട് 1.5 ആയിരിക്കണം, ഒരെണ്ണത്തിൻ്റെ വീതി വന്നിട്ട് 2.5 ആയിരിക്കണം. ഈ 1.5 ഇഞ്ച് വീതിയുള്ള തുണി എന്തിനെടുക്കും? ഹുക്ക് വെക്കാൻ. 2.5 ഇഞ്ച് വീതിയുള്ള തുണി എന്തിനെടുക്കും? ഐ വെക്കാൻ. പക്ഷേ രണ്ടെണ്ണത്തിൻ്റെ നീളം 9 9.5 ആവാം. എങ്ങനെയാണ് 9 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 8 നമുക്ക് ശരിക്കും വന്നത്. നമുക്കത് മടക്കി അടിക്കാനും കൂടി ചേർത്തിട്ടാണ് അത്ര എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബാലൻസ് തുണിയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ രീതി, അതായത് 9 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ള തുണി, 9 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുള്ള തുണി, അങ്ങനെ ഓരോരോ തുണികൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ നോക്കിക്കോളൂ. അപ്പം ബിഗിനേഴ്സ് മാത്രം കാണാനേ ഞാൻ നിർബന്ധിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ആയ നല്ല നല്ല ഷോപ്പ് നടത്തുന്നവർക്ക് കാണേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോ, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ക്ലാസ് ഇടുന്നത് പലർക്കും ഇഷ്ടമാവുന്നില്ല, അതുകൊണ്ടാണ് ഷോപ്പുകാർക്കൊക്കെ ഇഷ്ടമാവുന്നില്ല. നിങ്ങൾ ആലോചിക്കണം ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ചെറിയ കുട്ടികളുള്ള സ്ത്രീകളുണ്ട്, അവർക്ക് പുറത്തുപോയി പഠിക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാനുള്ള കാശില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ. പക്ഷെ ഞാൻ മാത്രമല്ല ക്ലാസ്സുകൾ ഇടുന്നത്, ഞാൻ ഇപ്പോഴാണ് ക്ലാസ്സിൽ ഇടാൻ തുടങ്ങിയത്. ഒരുപാട് ആളുകൾ ക്ലാസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ പ്രശ്നമില്ല, എനിക്ക് മാത്രം ഇടുന്നതാണോ ഈ പ്രശ്നം? അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടല്ലോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ വീതി കണ്ടോ, ഈ ഒരു ബെൽറ്റിൻ്റെ പീസ് ഇത് എങ്ങനെയാണ് ശരിക്കും കയറ്റി വെച്ച് നോക്കുമ്പോൾ എത്ര നീളം വരുന്നോ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടി ചേർത്തുണ്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ എക്സ്ട്രാ അടിയിലേക്ക് 1 ഇഞ്ച് തള്ളി നിൽക്കണം. അപ്പോഴേ അത് മടക്കി അടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കണ്ടോ, ഇനി നമുക്കിതിലാകെ നെക്ക് വയ്ക്കാനായിട്ട് ക്രോസ് പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. അതൊക്കെ ഇതേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. സ്റ്റിച്ചിങ് 2-3-4 പാർട്ടായിട്ട് ഉണ്ടാവും. ഇത് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കാണുന്നവർക്കതൊരു ഇതായി തോന്നും. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇടുന്നത്. തുണി ഇങ്ങനെ നമ്മൾ ചരിച്ച് വെച്ച ശേഷം ക്രോസ് ആയിട്ട് 1.5 ഇഞ്ച് വീതിക്ക് തുണി കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നീളത്തിൽ 1.5 ഇഞ്ച് വീതിയിൽ ഒരു 4-5 പീസ് തുണികൾ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനാണ്. അപ്പോൾ 1.5 ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ തുണികൾ ഇങ്ങനെ വരച്ച് നമുക്ക് 1.5 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ടാണ് നമുക്ക് നെക്ക് തയ്ക്കുക. നെക്ക് എങ്ങനെയാണ് ബ്ലൗസിൽ നമ്മൾ തയ്ക്കുക. പിന്നെ ലൈനിങ് ഇട്ട് മറിച്ചെടുക്കാറുണ്ട്. പക്ഷേ നോർമൽ ബ്ലൗസുകൾ നമ്മൾ ബ്രൊക്കേഡ് ബ്ലൗസുകൾ അല്ലെങ്കിൽ ആരി വർക്ക് ചെയ്ത ബ്ലൗസുകളാണ് നമ്മൾ ലൈനിങ് ഇട്ട് മറിച്ചടിക്കുന്നത്. അല്ലാത്ത ബ്ലൗസുകളൊന്നും ലൈനിങ് ഇട്ട് മറിച്ചടിക്കാറില്ല. പിന്നെ ബ്രൈഡൽ ബ്ലൗസുകളെല്ലാം ലൈനിങ് ഇട്ട് മറിച്ചടിക്കാറുള്ളത്. കാരണം ഇപ്പോൾ ബ്രൈഡൽ ബ്ലൗസുകളെല്ലാം ആരി വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അതെല്ലാം ലൈനിങ് ഇട്ട് മറിച്ചെടുക്കുക ചെയ്യുക. അല്ലാത്ത ബ്ലൗസുകളും നമ്മുടെ അമ്മമാരിടുന്ന ബ്ലൗസുകളെല്ലാം ഇതുപോലെയാണ് ശരിക്കും. അതുപോലെ പ്രിൻസസ് കട്ടിനും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാവും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ്. നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നില്ല, മറ്റന്നാൾ തൊട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.